നമ്മുടെ വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ? സ്കൂളൊക്കെ പൂട്ടി ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എവിടെയൊക്കെ പോണം, എവിടെയൊക്കെ കറങ്ങണം, എന്തൊക്കെ ചെയ്തു തീർക്കണം, അങ്ങനെ കുറെ അധികം പ്ലാനുകൾ. ഇതില് വെക്കേഷൻ അമ്മൂമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുന്നവർക്ക് പറയാനൊരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടാവില്ലേ? കുറെ കസിൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അവിടെ ഒരു ഉത്സവ പറമ്പായിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടം അതില് എല്ലാവരും കൂടെ രാത്രി ഒരുമിച്ച് കിടന്ന് ഒരുപാട് കഥകളൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ആദ്യം പറയാനില്ലാത്ത ഒരാള് ഉടായിപ്പ് കഥകൾ പറയുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താവും പെട്ടെന്ന് തല്ലുകൂടുക അല്ലേ. പക്ഷെ ആ അടിപിടിക്കൊന്നും അത്ര വലിയ ആയുസ് ഉണ്ടാവാറില്ല. കസിൻസ് തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിവസം രാത്രി പറയുന്ന കഥകളിൽ ഏറ്റവും ഹൈലൈറ്റ് ഹൊറർ സ്റ്റോറീസിനായിരിക്കും. ഈ ഹൊറർ സ്റ്റോറീസ് കേട്ടിട്ടൊന്നും അപ്പം നമ്മൾ പേടിക്കില്ല. പേടിക്കുന്ന ഒരു സമയം വരും, തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോറീസ് എല്ലാം കൂടെ നമ്മുടെ മണ്ടയ്ക്ക് വരും. പിന്നെ അവധിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ടാവും. നല്ല മുല്ലപ്പൂ പൂക്കുന്ന സമയം. വേറെ ആരെങ്കിലും കയറി പറിക്കുന്നതിന് മുന്നേ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് മുല്ലപ്പൂ തേടി പോയിട്ടുണ്ടാവും. കല്ലിലും മുള്ളിലും പൊന്തയിലൊക്കെ കയറി എത്ര മുല്ലപ്പൂ പറിക്കാനും നമുക്ക് യാതൊരു മടിയില്ല അല്ലെ. അങ്ങനെ ഒരു കാര്യമില്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തല നിറയെ മുല്ലപ്പൂവും വെച്ച് നടക്കുന്ന ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ വെക്കേഷൻ എങ്ങനെയാണ്? ഞാനീ പറഞ്ഞ പോലെയാണോ? ഞാനീ പറഞ്ഞതൊക്കെ കുറച്ചുകൂടെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 90s പീപ്പിൾസിനായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ വെക്കേഷനും അതിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയൂട്ടോ. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാലോ. അപ്പം സംസാരിച്ച് നമ്മളിവിടെ ഉണ്ടാക്കി തുടങ്ങിയ സാധനം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂട്ടോ. അപ്പൊ ഇനി കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ. 31 ഡേ ഓഫ് ഗീവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ.